സ്പോട്ട് ലൈവ് തുടരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അട്ടപ്പാടി മധു വധക്കേസിൽ 13 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. നേരത്തെ ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. മറ്റു പ്രതികൾക്ക്, അതായത് മറ്റു 13 പ്രതികളുടെയും കുറ്റം, അത് അവർ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉൾപ്പെടെ അവർക്കെതിരെ ചുമത്തിയതാണ്. അതായത് നേരത്തെ വിചാരണ കോടതി വിധിച്ച ശിക്ഷയിന്മേൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായി, അത് ശിക്ഷ കുറഞ്ഞുപോയി എന്ന ആക്ഷേപം മധുവിൻ്റെ കുടുംബം ഉന്നയിച്ചതാണ്. തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ, മധുവിന് നീതി കിട്ടണമെങ്കിൽ ഈ പ്രതികൾക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം. ഇതേ തുടർന്നാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി ഇപ്പോൾ 13 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, വിവരങ്ങൾ. ടോം, 12 പ്രതികൾക്കാണ്, അതായത് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ 16-ാം പ്രതി മുനീറിന് 1 വർഷമാണ് ശിക്ഷയും വിധിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ 7 വർഷമായിരുന്നു ഇവർക്ക് ചുമത്തിയിരുന്നത്, അത് മാറിയിട്ടുണ്ട്. എന്തായാലും രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തവും 16-ാം പ്രതി മുനീറിന് 1 വർഷവുമാണ് തടവ്. 50,000 രൂപ, അതായത് 12 പ്രതികൾക്കും 50,000 രൂപ പിഴയും ആണ് ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കുടുംബം ഈ ഒരു വിധിയിൽ തൃപ്തരാണോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മധുവിന്റെ കുടുംബവും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പുറത്തിറങ്ങും. അതിനുശേഷം നമ്മൾ അവരിൽ നിന്ന് തന്നെ കൂടുതൽ പ്രതികരണം തേടാം. എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 16-ാം പ്രതി മുനീറിന് 1 വർഷവുമാണ് ശിക്ഷ. ഈ 12 പ്രതികളും, അതായത് രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെയുള്ള 12 പ്രതികളും 12 വർഷം ജീവപര്യന്തവും 50,000 രൂപ പിഴയും. അങ്ങനെയാണ് ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നത്. 3 പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഈ കേസിൽ 16 പ്രതികളുണ്ട്. അതിൽ 3 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. നേരത്തെ 2 പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടു. അതുകൂടാതെ 1-ാം പ്രതി ഹുസൈനെയും കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഹുസൈനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതായത് ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയ 3 പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുവാനായി പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് കോടതിയെ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രതികൾക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുകയാണ്. രണ്ടാം പ്രതി മരക്കാർ ഉൾപ്പെടെ 12 പേർക്ക് ജീവപര്യന്തം, 16-ാം പ്രതി മുനീറിന് 1 വർഷം തടവ്. ഇങ്ങനെയാണ് കോടതി ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിൽ പട്ടികജാതി പട്ടികവർഗ ഉൾപ്പെടെയുള്ള ആ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തിക്കൊണ്ട്, കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ജീവപര്യന്തം എന്നൊരു ശിക്ഷയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള മരക്കാർ, 3-ാം പ്രതി, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ 12 പ്രതികൾ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച 12 പ്രതികളുടെ പേരുകളാണ്. രണ്ടാം പ്രതി മരക്കാർ, 3-ാം പ്രതി ഷംസുദ്ദീൻ, 5-ാം പ്രതി രാധാകൃഷ്ണൻ, 6-ാം പ്രതി അബൂബക്കർ, 7-ാം പ്രതി സിദ്ദിഖ്, 8-ാം പ്രതി ഉബൈദ്, 9-ാം പ്രതി നജീബ്, 10-ാം പ്രതി ജൈജുമോൻ, 12-ാം പ്രതി സജീവ്, 13 സതീഷ്, 14-ാം പ്രതി ഹരീഷ്, 15-ാം പ്രതി ബിജു എന്നിവരുടെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. 7 വർഷമായിരുന്നു കീഴ്ക്കോടതി ഇവർക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ. പക്ഷെ അത് മാറ്റി 12 വർഷമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പേരുടെ ശിക്ഷ, അല്ലെങ്കിൽ 3 പേരെ കുറ്റമുക്തരാക്കുന്ന ഒരു നടപടിയും കൂടിയായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ 16-ാം പ്രതിയായിട്ടുള്ള മുനീറിന് 1 വർഷം മാത്രം ശിക്ഷ അനുഭവിച്ചാൽ മതിയാകുമെന്നു കൂടിയാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, 2018 ഫെബ്രുവരി 22-നാണ് 27-കാരനായ മധുവിനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. വീണ്ടും അതിൻ്റെ വിചാരണ നടപടികൾ നീണ്ടു. കേസിൽ പല കൂറുമാറ്റങ്ങളുണ്ടായി. കീഴ്ക്കോടതിയിൽ തന്നെ 2 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ 1-ാം പ്രതി ഹുസൈനെയും വെറുതെ വിടുന്നു. ഈ കുടുംബത്തെ സംബന്ധിച്ച്, അതായത് മധുവിന് നീതി കിട്ടണം, തങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നും നീതി ഉറപ്പാകുമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് അവർ ഇന്ന് കുടുംബാംഗങ്ങൾ, മധുവിൻ്റെ ഉറ്റവർ ഇന്ന് ഹൈക്കോടതിയിൽ എത്തിയത്. പക്ഷെ ഏറ്റവും ആദ്യം അവർ കേൾക്കുന്നത് സങ്കടകരമായ വാർത്തയാണ്, ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതായത് 1-ാം പ്രതിയെ വെറുതെ വിട്ടത്. പക്ഷെ എന്തായാലും മറ്റു 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നത് മധുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരം തന്നെ ആയിരിക്കും. മാത്രമല്ല, ഇതുപോലെ
കൊടും കുറ്റവാളികളെ, ക്രൂരമായ മനസ്സുള്ളവർക്ക് ശക്തമായ ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നൊരു സന്ദേശം കൂടി കോടതി നൽകുന്നുണ്ട്. പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച, വിചാരണ നീണ്ടുപോയതടക്കം, ഒന്നാം പ്രതിക്കെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത്, ഈ കീഴ്ക്കോടതിയിൽ, അതായത് വിചാരണ കോടതിയിലും ഈ പട്ടികജാതി പട്ടികവർഗ നിയമം തെളിയിക്കപ്പെടാൻ കഴിയാതെ പോയത്, ഇതൊക്കെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ ആക്ഷേപം നേരിട്ടതാണ്. എന്തായാലും ഈ കുടുംബത്തിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അഭിഭാഷകന്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടോ? ടോം, അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബവും മാധ്യമങ്ങളെ കാണും. നേരത്തെ മധുവിന്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. അവർ കോടതിക്കുള്ളിലാണ്. ഈ ശിക്ഷാവിധി കേട്ടതിന് ശേഷം പ്രതികരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അകത്തേക്ക് കടന്നത്. എന്തായാലും അവർ ഈ ഒരു വിധിയിൽ, ജീവപര്യന്തം എന്ന ഈ ഒരു വിധിയിൽ സംതൃപ്തരാണോ എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. അതിൽ സ്വാഭാവികമായും ഒന്നാം പ്രതി ഹുസൈനെ വെറുതെ വിട്ട നടപടിയിൽ അവർ മേൽക്കോടതികളെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഹൈക്കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നത്, കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ആ ഒരു നടപടിയെ സ്വാഭാവികമായും കുടുംബത്തിന് വലിയ അതൃപ്തി ഉണ്ടാകും. പക്ഷെ മറ്റ് പ്രതികൾക്ക്, അതായത് കൊലക്കുറ്റം അടക്കം ചുമത്തി പരമാവധി ശിക്ഷ നൽകണം എന്ന ഒരു ആവശ്യമായിരുന്നു കുടുംബം ഉന്നയിച്ചത്. ഇപ്പോൾ ജീവപര്യന്തം എന്നതിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർ അതിൽ തൃപ്തരാണോ എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത്. ഒപ്പം ബാക്കിയുള്ള 2 പ്രതികളെ, നേരത്തെ കീഴ്ക്കോടതി വെറുതെ വിട്ട 2 പ്രതികളെയും ശിക്ഷിക്കണം എന്നൊരാവശ്യം കൂടി കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിലിപ്പോൾ പക്ഷെ ആ ഒരു കീഴ്ക്കോടതിയുടെ ആ ഉത്തരവിനെ ശരിവെക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന ഉത്തരവ്. അതിലും അവർക്ക് അതൃപ്തി ഉണ്ടാകും. പ്രതികൾ പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവന് ആപത്തുണ്ടാകും, തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് പോലും കോടതിയെ കുടുംബം ബോധിപ്പിച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം വിശദമായിട്ടുള്ള വാദങ്ങൾക്കൊടുവിലാണ്, കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും നടന്ന വിശദമായ വാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. 16 പ്രതികളിൽ 12 പേർക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്, ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 16-ാം പ്രതിക്ക് മാത്രം 1 വർഷം ശിക്ഷ, അതായത് നേരത്തെ ജയിലിൽ കിടന്ന കാലാവധിയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇനി 1 വർഷം കൂടി ജയിലിൽ കിടന്നാൽ മതിയാകുമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 3 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളത് വലിയ ഷോക്ക് തന്നെയാണ് കുടുംബത്തിന്. അവർ അതിൽ എന്ത് പ്രതികരണമാണ് നടത്തുക എന്നതാണ് നമ്മൾ കേൾക്കാനായി കാത്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രതികളുടെ ഈ ഒരു ശിക്ഷയ്ക്ക് കുടുംബത്തിന് സംതൃപ്തി ഉണ്ടാകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. 4-11 പ്രതികളെ വെറുതെ വിട്ട കോടതിയുടെ ഉത്തരവിനെ ഹൈക്കോടതിയും ശരിവെക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.